വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മേക്ക് ഓവറാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ ചെയ്യാൻ പോണ റൂമും എൻ്റെ റൂം പോലെ തന്നെ ഒരു ബൊഹീമിയൻ സ്കാൻഡിനേവിയൻ മിക്സ് ആയിട്ടുള്ള ഒരു റൂമാണ് ചെയ്യണത്. വൈറ്റ് പെയിൻ്റാണ് നമ്മൾ മൊത്തം മാറ്റാൻ പോണത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതാണ് റൂമിൻ്റെ ബിഫോർ. ഭയങ്കര ഇരുട്ടുള്ളൊരു റൂമായിരുന്നു. സോ ലെറ്റ്സ് ട്രാൻസ്ഫോം ഇറ്റ്. റൂം മേക്ക് ഓവറിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഫർണിച്ചേഴ്സും പിന്നെ 2 വിൻഡോവും ഈ വോൾ കബോർഡും പിന്നെ ഒരു ഡോറും വൈറ്റ് ആക്കണം. വൈറ്റ് കളറാണ് എല്ലാം ആക്കണത്. ഇതിൽ ഓൾറെഡി പെയിൻ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രൈമറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് പെയിൻ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ 2 സ്റ്റീൽ കബോർഡാണ് മേക്ക് ഓവർ ചെയ്യാൻ പോണത്. അപ്പോൾ രണ്ടും ഒരു ബൊഹീമിയൻ തീമിലേക്കാണ് ചേഞ്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഫുൾ വൈറ്റ് ആക്കും നമ്മൾ കബോർഡ്, അതും സാറ്റിൻ, ഗ്ലോസ് അല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇത് പ്രൈമർ അടിച്ച് സെറ്റ് ചെയ്യണം സർഫസ് പെയിൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. യൂസ് ചെയ്യണത് ആസ്പ എന്ന് പറഞ്ഞിട്ടുള്ള പെയിൻ്റാണ്. ഈ കാറിൽ അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റലിലൊക്കെ പെയിൻ്റ് അടിക്കാൻ യൂസ് ചെയ്യണതാണ് ആസ്പ. ഈ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കോട്ട് അടിക്കേണ്ടി വരില്ല, പെട്ടെന്ന് കവർ ആവുമായിരിക്കും, സ്മെല്ല് ഉണ്ടാവില്ല. നമുക്ക് അടിച്ച് കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ അകത്ത് വെച്ചിട്ടാണ് അടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും യൂസ് ചെയ്യണ കുറച്ചും കൂടി നല്ലത്. ഇതും നമ്മൾ റോളർ വെച്ചിട്ട് തന്നെയാണ് അടിക്കണത്. ഒരു 2 കോട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കബോർഡ് ശരിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് വൈറ്റ് ആയപ്പോൾ തന്നെ. ഇനി നമ്മൾ മിററിൻ്റെ ഭാഗത്ത് ആ മിററിന് പകരം നമ്മൾ വെക്കാൻ പോകുന്നത് ജ്യൂട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് റാറ്റൻ വെക്കാനായിരുന്നു. അതായത് ഈ പണ്ടത്തെ ചെയറിലൊക്കെ നമ്മളിങ്ങനെ നെയ്യൂല്ലേ, കെയിനിൻ്റെ ഫർണിച്ചറിലൊക്കെ ഉണ്ടാവില്ല. ഞാൻ ഇവിടെ പിക്ചർ കൊടുക്കാം, അതിനെ മലയാളത്തിൽ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ഷീറ്റ് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. ഒരു സ്ക്വയർ ഫീറ്റിന് 650. അപ്പോൾ ഈ 2 കബോർഡ് നമ്മൾ ചെയ്യണില്ലേ, അതിൻ്റെ 2ൻ്റെയും മിററിൻ്റെ സ്പേസിൽ തന്നെ 5200 രൂപ വരും ആ ഒരു ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കോസ്റ്റ് കുറയണ രീതിയിലുള്ള വേറെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂട്ടിൻ്റെ ഷീറ്റ് കിട്ടും നമുക്ക്. അതായത് നമ്മൾ സാധാ ചാക്ക് വാങ്ങിച്ചാൽ അതിന് ഭയങ്കര എന്താ പറയുക, അകലം കൂടുതലായിരിക്കും, അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ, ഞാനൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഒരു 200 രൂപയിൽ താഴെ ആവണുള്ളൂ ഒരു ഷീറ്റിൽ. ആ ഒരു ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ 2 മിററിനുള്ളത് കിട്ടുകയും ചെയ്യും. ഈ മിററിൻ്റെ മുകളിൽ തന്നെ നമ്മളിത് എന്താ പറയുക,
പൊതിഞ്ഞ് വെച്ച് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ആ മിറർ ഇറക്കി വെക്കണം ആ പൊസിഷനിലേക്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് മിറർ വേറെ വല്ല യൂസിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഒരു പ്ലൈവുഡിൻ്റെ മുകളിൽ എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ മിററിന് വേറെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മിററിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ചെയ്യണത്. നമ്മുടെ വാർഡ്രോബ് മേക്ക് ഓവർ കഴിഞ്ഞ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ സ്റ്റീൽ കബോർഡാണെന്നേ തോന്നൂല. ഈ 3 പെയിൻറ്റിങ്ങാണ് നമ്മൾ വോളിൽ വെക്കാൻ പോണത്. ഈ ഫ്രെയിംസ് ചെയ്തത് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോയിൽ ചെയ്ത അതേ മോഡലിലാണ്. റെസിൻ വെച്ചിട്ട് ആണ് ഇപ്രാവശ്യം ഞാൻ ചെയ്തത്.
റൂമിലേക്ക് ആകെ 2 പ്ലാന്റ് ഹാങ് ചെയ്യാനാണ് ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ അത് തൂക്കണത് നമ്മൾ ഈ മാക്രമേ കോഡ് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു പ്ലാന്റർ മുമ്പ് ഉണ്ടാക്കിയതാണ്. ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോപ്പ് ഉണ്ടാവും. ഇത് 2 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായ, ഒരു വലിയ സൈസും ഒരു ചെറിയ സൈസും. അപ്പോൾ ഇത് ചെറിയ സൈസിൻ്റെയാണ്. ഇതിൽ നമ്മൾ ചെറിയ ചട്ടിയും അതിൽ വലിയ ചട്ടിയും, പോത്തോസിൻ്റെ മഞ്ജുള പോത്തോസും എൻജോയ് പോത്തോസുമാണ് നമ്മൾ ഹാങ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് ഹാങ് ചെയ്യാം. ചെറുതിലേക്ക് വെക്കണ പ്ലാന്റ് ഇതാണ്. ബെഡിൽ നമ്മൾ എന്തൊക്കെ ലെയേഴ്സാണ് കൊടുക്കുന്നത്, ബെഡ്ഷീറ്റ് ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഒരു ബേജ് കളറിലെ സ്ട്രൈപ്സ് ഉള്ള ഈ ഒരു ബെഡ്ഷീറ്റാണ്. ബ്ലാങ്കറ്റ് എടുത്ത് കഴുകലെന്ന് പറയുന്നത് ഭയങ്കര പണിയുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ബ്ലാങ്കറ്റ് കവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ തന്നെ ഈ കവറും കൂടെ മാറ്റിയിട്ട് കഴുകാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് തന്നെയായിട്ട് കഴുകേണ്ട ആവശ്യമില്ല. ഇതും ബേജാണ്, പക്ഷേ ഒരു ലൈറ്റ് ആയിട്ട് ഉള്ളൊരു ഷെയ്ഡ്. അതിൽ വൈറ്റ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു പാറ്റേൺ ഉണ്ട്. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവറും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പില്ലോ കവറാണ് യൂസ് ചെയ്യണത്, മറ്റേതിന് പില്ലോ കവർ ഇല്ലല്ലോ. കുഷ്യൻസ് ഒരുപാട് ഇടുന്നുണ്ട് നമ്മൾ, കുഷ്യൻ കവേഴ്സ്, അതുകൊണ്ട് വേണം. ഇതിൽ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഞാൻ ഏറ്റവും ബാക്കിൽ വലിയ കുഷ്യൻ വെക്കുന്നത്. അത് ഇങ്ങനെ ഒരു നല്ല ടെക്സ്ചറുള്ള, ഒരു ചങ്കി ടെക്സ്ചറുള്ള ഒരു ബ്രൗൺ ഇതാണ്. പിന്നെ ചെറിയൊരു കുഷ്യൻ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഇതിനൊരു ബ്രൗൺ കളറിലൊരു ലിനൻ പോലെ ഇരിക്കുന്ന ഒരു ജൂട്ട് ലിനൻ പോലത്തെ ടെക്സ്ചറുള്ള വേറൊരു ബ്രൗണിൻ്റെ വേരിയേഷൻ, ലെതറിൻ്റെ ടെക്സ്ചർ വരുന്ന ഒരു പില്ലോ കവർ. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഇത് ഞാൻ വാങ്ങിയ ടൈമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വാങ്ങണോ എന്നുള്ള പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഒരുപാട് മാസമായിട്ടാണ്, ചിലപ്പോൾ ഒരു കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും ഇത് വാങ്ങി വെച്ചിട്ട്. പക്ഷെ ഇതെനിക്ക് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇത് കുറച്ചൊരു മോഡേൺ ലുക്കാണ്. നമ്മൾ കുറച്ച് വിൻറ്റേജ് ആക്കാനല്ല നോക്കണം, ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുള്ളൂ. വേറൊരു കളർ വേരിയേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഈ ഒരു പാറ്റേൺ ഉള്ള കുഷ്യൻ കവറും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും 2 ഞാൻ യൂസ് ചെയ്യാമെന്ന് എനിക്ക് സംശയമാണ്. ഒരുപാടായി പോകുമെന്ന് ഡൗട്ടുണ്ട്. അത് നമുക്ക് ഇടണ ടൈമിൽ നോക്കിയിട്ടിടാം. ബെഡ്ഷീറ്റ് ഇരിക്കുക, ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യാം.